കാസ്പർ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു റൂം മേക്ക് ഓവർ സീരീസ് ആണ്. സോ ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്റെ റൂം മേക്ക് ഓവർ എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ബിഫോർ ലുക്ക് വന്നിട്ട് ഭയങ്കര ക്ലീൻ ലുക്കാണ്. ജസ്റ്റ് ഒരു വൈറ്റ് ബോർഡും 2 ബെഡും മാത്രമാണ് ആ റൂമിലുള്ളൂ. അങ്ങനെ പിന്നെ നമ്മള് പെയിന്റും പുട്ടിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ഒന്നും വലിയ എനിക്ക് ഐഡിയ ഇല്ല. ഞാൻ കടയിൽ പോയ ചേട്ടനോട് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ എടുത്തുന്ന സംഭവങ്ങളൊക്കെയാണിത്. പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യണേ കേട്ടോ. സോ അതുകൊണ്ട് എന്നോട് വേറെ കാര്യങ്ങളൊന്നും ചോദിക്കരുത്. ഇതൊക്കെ എൻ്റെ ഒരു രീതിക്കാണ് ഞാൻ ചെയ്യണത്. അങ്ങനെ ആ ടൈമിൽ എനിക്ക് ഇത്രേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, കാരണം എൻ്റെ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളായി. സോ ഇന്നാണ് പിന്നെ ബാക്കി. ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഡേ ഞാൻ കുട്ടി മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് സെക്കൻഡ് ഡേ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സ്വിച്ച് ബോർഡിൽ നിന്ന് ഷോക്ക് അടിച്ചു. ഞാൻ പേടിച്ചു പോയി സത്യം പറഞ്ഞ. കാരണം ഞാൻ ഒറ്റക്കാണ് ഈ പരിപാടി മൊത്തം കാണിച്ചു കൂട്ടണത്. സോ അതിൻ്റെ ഇടയ്ക്ക് ഇനി ആരെയും വിളിക്കാനില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പേടിച്ചു. Oh my God. പിന്നെ മുഖത്ത് ഇങ്ങനെ കെട്ടിയേക്കുന്നതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുട്ടി ഉരയ്ക്കുമ്പോൾ ലൈക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഉരയ്ക്കുമ്പോൾ ഭയങ്കര ഡസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒന്നാമത് എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്, അതുകൊണ്ടാണ് ആ മുഖത്ത് അങ്ങനെ വച്ചേക്കുന്നത്. പിന്നെ ഞാൻ കുറേ നേരം ഇരുന്നത് ഈ പെയിന്റ് പാത്രം തുറക്കാനാണ് കേട്ടോ. ഇതന്ത് ചെയ്താൽ തുറന്നുണ്ടായില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ തുറന്നു. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് പെയിന്റൊക്കെ കലക്കി. ഇതിന്റെ മെഷർമെന്റ് ഒന്നും എന്നോട് ചോദിക്കരുത്, കാരണം എനിക്ക് അറിയാൻ പാടില്ല. ഇതൊക്കെ എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണ് ഞാൻ ഈ ചോദിച്ചത്. കാരണം യൂട്യൂബ് ഒന്നും നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പം എൻ്റെ ഒരു രീതിയിലൊക്കെ ഞാൻ പെയിന്റൊക്കെ അടിച്ചു കൂട്ടും. അങ്ങനെ 1 മണിക്ക് തുടങ്ങി 6 മണിയായിപ്പോ അങ്ങാണ്ട് തീർന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയിപ്പോ നമ്മള് റൂമിലേക്ക് ടേബിൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി എല്ലാ ടേബിൾസൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയൊരു ടേബിൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് സെക്കൻഡ് പാർട്ടിലാണ് വരുന്നത്. ഓർഗനൈസിങ് ഒക്കെ അതിലാണ് കേട്ടോ. പിന്നെ രാത്രിയായപ്പോൾ പിന്നെ ഒരു തട്ടുകടയിലൊക്കെ കയറി ഫുഡൊക്കെ അടിച്ചു. ഇതായിരുന്നു ലാസ്റ്റ്. ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗവും ഞാൻ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് അത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത പാർട്ടായിട്ട് വരുന്നവരെ അപ്പൊ